ഡിയർ ഫ്രണ്ട്സ്, ഫോക്കസ് മൈക്രോ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയുടെ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് എന്ന ചാപ്റ്ററാണ്. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. അതിനകത്ത് ഏകദേശം 5ഓളം എസ്സേ ക്വസ്റ്റ്യനാണ് മെയിനായിട്ടുള്ളത്. അതിൽ നോർത്ത് അമേരിക്കൻ ഫ്രീഡം സ്ട്രഗിളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. നോർത്ത് അമേരിക്കയിലേക്ക് യൂറോപ്യന്മാർ വരാനിടയാക്കിയ സാഹചര്യം AD 1492 സ്പാനിഷ് ഗവൺമെന്റിന്റെ സഹായത്തോടെ ക്രിസ്റ്റഫർ കൊളംബസ് നോർത്ത് അമേരിക്കയിൽ വന്നെത്തി. ഹി കാൾഡ് ദ നാറ്റീവ്സ് റെഡ് ഇന്ത്യൻസ്. ദെൻ പല കാരണങ്ങൾ കൊണ്ട് അല്ലെ യൂറോപ്പിൽ നിന്ന് യൂറോപ്യന്മാർ അമേരിക്കൻ വൻകരയിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങി. ഒന്ന്, റിലീജിയസ് പെർസിക്യൂഷൻ ആയിരിക്കാം. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപരമായിട്ടുള്ള നയങ്ങളായിരിക്കാം. മതപീഡനങ്ങൾ, റിലീജിയസ് പെർസിക്യൂഷൻ ആയിരിക്കാം. ദെൻ സ്പ്രെഡ് ഓഫ് റിലീജിയൻ ആയിരിക്കാം. ദെൻ ഫോർ ട്രേഡ് ഇൻട്രസ്റ്റ് ആയിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് യൂറോപ്പിൽ നിന്നും അമേരിക്കൻ വൻകരയിലേക്ക് ആൾക്കാർ കുടിയേറി പാർക്കാൻ തുടങ്ങി. കാലക്രമേണ അമേരിക്കയിലേക്ക് വന്ന ആൾക്കാർ അവരെ പിലിഗ്രിം ഫാദേഴ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ദെൻ അപ്പോൾ അവിടേക്ക് വരാനിടയാക്കിയ സാഹചര്യം നമ്മൾ പറഞ്ഞു. ഗ്രാജുവലി ബ്രിട്ടീഷ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് അബൌട്ട് 13 കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക. അമേരിക്കയിൽ ഏകദേശം 13ഓളം കോളനികൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിൻകാലത്ത് സ്ഥാപിച്ചു. അതേസമയത്ത് തന്നെ സ്പെയിന് അടക്കമുള്ള മറ്റു പല രാജ്യങ്ങൾക്കും അവിടെ കോളനികൾ ഉണ്ടായിരുന്നു. കോളനിവൽക്കരണം നടക്കുന്ന സമയത്ത് കോളനികളിൽ മുഴങ്ങിക്കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, പുട്ട് ഫോർവേഡ് ബൈ ജെയിംസ് ഓട്ടിസ്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, പുട്ട് ഫോർവേഡ് ബൈ ജെയിംസ് ഓട്ടിസ്. അമേരിക്കയിൽ മുഴങ്ങിക്കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം, കോളനികളിൽ അമേരിക്കയുടെ 13 കോളനികളിൽ മുഴങ്ങിക്കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ജെയിംസ് ഓട്ടിസ് ആണ് ഈ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത്. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ കാലക്രമേണ ആധിപത്യം ഉറപ്പിച്ച ബ്രിട്ടീഷ് ഗവൺമെന്റ് ദെൻ ദേ ഇൻട്രൊഡ്യൂസ്ഡ് സെവറൽ മെർക്കന്റൈൽ ലോസ് ഇൻ നോർത്ത് അമേരിക്ക. ഏകദേശം 5ഓളം നിയമങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് മെർക്കന്റൈൽ ലോസ്. 5 നിയമങ്ങളാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് കോളനികളെ നിലനിർത്തുവാൻ വേണ്ടി നടപ്പിലാക്കിയ നിയമങ്ങൾ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതിലാദ്യം പറയുന്നത് ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രോ ഫ്രം ദ കോളനീസ് ഷുഡ് ബി ഓൺലി ത്രൂ ബ്രിട്ടീഷ് ഷിപ്പ് എന്നാണ്. ബ്രിട്ടന്റെ കപ്പലുകളിൽ മാത്രം സാധനങ്ങൾ കയറ്റി അയക്കണം എന്ന് നിയമം വന്നു. ദെൻ അത് കഴിഞ്ഞപ്പോൾ വൂൾ, കോട്ടൺ, ടുബാക്കോ അടക്കമുള്ള പല സാധനങ്ങളും ഇല്ലേ ഓൺലി എക്സ്പോർട്ടഡ് ടു ബ്രിട്ടൻ എന്നുള്ള നിലയ്ക്ക് രണ്ടാമത്തെ നിയമം അവർ കൊണ്ടുവന്നു. എന്നാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ ലീഗലായിട്ടുള്ള ഡോക്യുമെന്റ്സിലും ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ലീഗൽ ഡോക്യുമെന്റ്സ് എന്ന തരത്തിൽ 3ാമത്തെ നിയമം അവർ നടപ്പിലാക്കി. 4ാമത് കോളനീസ് ഷുഡ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ടു ബ്രിട്ടീഷ് ട്രൂപ്പ് എന്ന തരത്തിലായി. എന്നാൽ 5ാമത് ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഓൺ ടീ, ഗ്ലാസ് ആൻഡ് പേപ്പർ എക്സെട്ര. ഇത്തരത്തിൽ 5 നിയമങ്ങളാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അവിടെ നടപ്പിലാക്കിയത്. ഈ നിയമങ്ങളെ മെർക്കന്റൈൽ ലോസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോളനികളിൽ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പ് ഉണ്ടാക്കുന്നതിന് ഇടയാക്കിയ നിയമങ്ങളായിട്ടാണ് ഈ നിയമങ്ങളെ അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെർക്കന്റൈൽ ലോസ് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതുമാണ്. ഇത് കഴിഞ്ഞപ്പോൾ ഈ ഇമ്പോർട്ട് ടാക്സ് നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഈ നിലപാട് ക്രമേണ ഒരു സംഘർഷത്തിലേക്ക് എത്തി. 1773 ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ ഒരു പുതിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അമേരിക്കയുടെ ഈ കോളനികളിലേക്ക് തേയിലയുമായിട്ട് വന്ന ബ്രിട്ടീഷ് കപ്പലിനെ അവിടുത്തെ റെഡ് ഇന്ത്യക്കാർ ആക്രമിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ അതിനെ കടലിലേക്ക് എടുത്തെറിഞ്ഞ് നശിപ്പിക്കുകയും ചെയ്തു. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും പെട്ടെന്നുള്ള കാരണമായിട്ട് അറിയപ്പെടുന്നത് 1773 ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. അത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ശരിക്കും പ്രചോദനം കൊടുത്ത സം ഗ്രേറ്റ് ഫിലോസഫേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ലൈക്ക് ജോൺ ലോക്ക്, തോമസ് പെയിൻ അടക്കമുള്ള ആൾക്കാർ ദ ഐഡിയാസ് ഓഫ് ഗ്രേറ്റ് ഫിലോസഫേഴ്സ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ദ കോമൺ പീപ്പിൾ. സാധാരണക്കാരായ ജനങ്ങളെ ശരിക്കും സ്വാധീനിച്ച എഴുത്തുകാരന്മാരാണ്, ചിന്തകന്മാരാണ് തോമസ് പെയിനും ജോൺ ലോക്ക് അടക്കമുള്ള ആൾക്കാർ.
അത് കഴിഞ്ഞു 1776, പ്രത്യേകിച്ച് ഈ ബോസ്റ്റൺ ടീ പാർട്ടി കഴിഞ്ഞപ്പോൾ കോളനിക്കാരെ ഒരു വിപ്ലവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. അത് കഴിഞ്ഞു 1776 ഫസ്റ്റ് ഫിലാഡൽഫിയ കോൺഗ്രസ് ഓർ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. അമേരിക്കയുടെ ഈ 13 കോളനികളുടെ പ്രതിനിധികൾ ഫിലാഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് സമ്മേളിക്കുകയും അവിടെ വച്ച് ഒരു നിവേദനം തയ്യാറാക്കിയതിനു ശേഷം then they given to the king of England, രാജാവിന് കൊടുത്തു. ആ നിവേദനത്തിൽ അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ദ റിവോക്കേഷൻ ഓഫ് റെഗുലേഷൻസ് മെയ്ഡ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് എന്നാണ്. വ്യാപാര വാണിജ്യ മേഖലകളിൽ ഉണ്ടാക്കിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കുക, നികുതി പിൻവലിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കോളനിക്കാരുടെ പെർമിഷൻ ഇല്ലാതെ നികുതി നടത്താൻ പാടില്ല എന്ന കാര്യങ്ങളാണ് അവരതിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇറ്റ് വാസ് റിജക്റ്റഡ് ബൈ ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. ആ നിവേദനം രാജാവ് സ്വീകരിച്ചില്ല, അത് സംഘർഷത്തിലേക്ക് എത്തിച്ചു. ദെൻ അത് കഴിഞ്ഞപ്പോൾ 1775 രണ്ടാമത്തെ അടുത്ത ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി. ദെൻ സെക്കൻഡ് ഫിലാഡൽഫിയ കോൺഗ്രസ് ഓർ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ. അവിടെ വെച്ച് ദേ ഇലക്ട് ജോർജ് വാഷിംഗ്ടൺ ആസ് ദെയർ കമാൻഡർ ഇൻ ചീഫ്. അതായത് കോളനിക്കാര് അവരുടെ നേതാവായി ജോർജ് വാഷിംഗ്ടണിനെ തെരഞ്ഞെടുത്തു 1776 സെക്കൻഡ് ഫിലാഡൽഫിയ കോൺഗ്രസിൽ വെച്ച്. അത് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ സമ്മേളനമായി 1776 മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ വെച്ചാണ്, സമ്മേളനത്തിൽ വെച്ചാണ് ദേ ഡിക്ലെയർഡ് ദെയർ ഇൻഡിപെൻഡൻസ്. പ്രത്യേകിച്ചും അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഡിക്ലെയർഡ് ത്രൂ തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാരാണ് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇതിനകത്ത് പറയപ്പെടുന്ന ലീഡേഴ്സിന്റെ എല്ലാ പേരുകളും നോക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറെ ആൾക്കാരുടെ പേര് ഇതിനകത്തുണ്ട്. ദെൻ അത് കഴിഞ്ഞു. അങ്ങനെ 1776 അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നു. ദെൻ അത് കഴിഞ്ഞ് 1781 യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് എത്തി. ദെൻ ഇൻ 1783 അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പാരീസിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അല്ലെങ്കിൽ 13 കോളനീസ് ഓഫ് അമേരിക്ക ഗോട്ട് ഫ്രീഡം, അമേരിക്കയുടെ 13 കോളനികൾക്കും സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ദെൻ അടുത്ത് വീണ്ടും ഒരു മീറ്റിംഗ് അവർ വിളിച്ചു കൂട്ടി. ആ മീറ്റിംഗ് പ്രകാരം അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കപ്പെട്ടു. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം അണ്ടർ ജെയിംസ് മാഡിസൺ. ജെയിംസ് മാഡിസന്റെ കീഴിലാണ് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജോർജ് വാഷിംഗ്ടൺ ബിക്കം ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നോക്കുക, ആദ്യം തൊട്ട് പറയുമ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞു മുദ്രാവാക്യം ജെയിംസ് ഓട്ടിസ് മുന്നോട്ട് വയ്ക്കുന്ന നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ദെൻ അടുത്ത് ദ ഗ്രേറ്റ് ഫിലോസഫേഴ്സ് ലൈക്ക് തോമസ് പെയിൻ, ജെയിംസ് ഓട്ടിസ് അടക്കമുള്ള പിന്നെ പ്രമുഖരായിട്ടുള്ള ചിന്തകന്മാർ. ദെൻ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞു അമേരിക്കയുടെ പിന്നെ ജോർജ് വാഷിംഗ്ടൺ ലീഡറായിട്ട് തിരഞ്ഞെടുത്തതിനെ കുറിച്ച് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് 76 തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ കീഴിൽ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വന്നു. ദെൻ 1789 അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ ജെയിംസ് മാഡിസൺ അതിന് നേതൃത്വം കൊടുത്തു. ഇത്തരത്തിൽ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ, ഈ പേരുകൾ കൃത്യമായിട്ട് നോക്കുക, കാരണം മറ്റേ എസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറേ പേരുകളുണ്ട്, അതിലുമുണ്ട് ഇതുപോലെ. അത് കഴിഞ്ഞു. അങ്ങനെ 1783 ട്രീറ്റി ഓഫ് പാരീസ് പ്രകാരം 13 കോളനീസ് ഓഫ് അമേരിക്ക ഗോട്ട് ഫ്രീഡം. ഈ അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരുപാട് ഫലങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റവല്യൂഷൻസ് ആൾ ഓവർ ദി വേൾഡ്. ലോകത്തെമ്പാടുമുള്ള മറ്റ് പല ലോകരാജ്യങ്ങളിൽ നടന്നിട്ടുള്ള വിപ്ലവങ്ങൾക്ക് ശരിക്കും പ്രചോദനം കൊടുത്തിട്ടുള്ള ഒരു വിപ്ലവമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റവല്യൂഷൻസ് ആൾ ഓവർ ദി വേൾഡ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. ആദ്യമായി ഒരു റിപ്പബ്ലിക്കൻ ഭരണഘടന നിലവിൽ വന്നത് അമേരിക്കയിലൂടെയാണ്. ദെൻ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ദ ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യമായി എഴുതപ്പെട്ട ഉറപ്പുള്ള ഭരണഘടന എന്ന് പറയുന്നതും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടേതാണ്. ദെൻ നാലാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നു ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആ ഫെഡറൽ സിസ്റ്റം, കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നതും വാസ് എ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ്
അമേരിക്ക. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്ക് ആ ചോദ്യം നമുക്ക് അവിടെ കംപ്ലീറ്റ് ആവേണം.